പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുദിനവും വചനത്താൽ കാക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം ശ്രവിക്കുവാനും അത് പാലിക്കുവാനും ഞങ്ങളെ ഈ പ്രഭാതത്തിൽ വിളിച്ച കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, അമ്മയും സഹോദരന്മാരും കർത്താവിനെ കാണുവാൻ വന്നു. ഇപ്പോൾ ജനക്കൂട്ടം മൂലം അവൻ്റെ അരികിലെത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാനായി കാത്തു നിൽക്കുന്നുവെന്ന് അറിയിക്കുമ്പോൾ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അമ്മയെക്കുറിച്ച് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. അമ്മ വചനം കാക്കുന്നവളാണെന്ന്, പാലിക്കുന്നവളാണെന്ന്, ശ്രവിക്കുന്നവളാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് കർത്താവ് പ്രകാരം പറഞ്ഞത്, എപ്പോഴും എന്നെ കാണുവാൻ അവിടത്തേക്ക് കഴിയും, അവളുടെ ഹൃദയത്തിൽ വചനമുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മിക്കുന്നു. കാരുണ്യമാതാവ് അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ മാതാവിൻ്റെ തിരുനാളാണ് തിരുസഭയിൽ നിന്ന് ആഘോഷിക്കുന്നത്. കാരുണ്യമാതാവിൻ്റെ സംരക്ഷണത്തിൽ വിശുദ്ധ പീറ്റർ നിക്കോളാസ് സമാരംഭിച്ച സന്യാസ സഭയാണ് ആദ്യമായി ഈ തിരുനാൾ കൊണ്ടാടുവാനായി അനുമതി വാങ്ങി. കന്യാമറിയം വിശുദ്ധ പീറ്ററിന് പ്രത്യക്ഷപ്പെട്ട തങ്ങളുടെ പദ്ധതി ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് ഉപദേശിച്ചു. അടിമകളുടെ മോചനത്തിനായിട്ടുള്ള ഒരു സന്യാസ സഭയാണ് പീറ്റർ ഉദ്ദേശിച്ചത്. അതിന് വളരെയധികം എതിർപ്പുകളുണ്ടായിരുന്നിട്ടും കാരുണ്യമാതാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സഭ എന്ന നാമത്തിൽ 9-ാം ഗ്രിഗറി മാർപ്പാപ്പ ഇതിന് അനുമതി നൽകി. സഭ വളരെ വേഗം പടർന്നു പന്തലിച്ചു. അംഗങ്ങളുടെ ദൈവഭക്തിയും ദൈവസ്നേഹവും വളർന്നതിനാൽ സഭ പ്രശസ്തമായി. അംഗങ്ങളിൽ ചിലർ സ്വയം അടിമകളായിക്കൊണ്ട് അടിമകളെ സ്വതന്ത്രരാക്കി. കാരുണ്യമാതാവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കാനാണ് കാരുണ്യമാതാവിൻ്റെ ഈ തിരുനാൾ സ്ഥാപിച്ചത്. 3-ാം ഇന്നസെൻ്റ് മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രിക സഭയുടെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ പറയുന്നുണ്ട്, ഓരോ ദിവസവും മറിയത്തിൻ്റെ സംരക്ഷണം നമുക്ക് സ്പഷ്ടമായി കാണാം. അവൾ നമ്മെ അവിടുത്തെ മക്കളാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ അമ്മയായിരിക്കുവാൻ അതീവ തൽപരയാണെന്ന് കൂടി വിൻസെൻ്റ് നമ്മെ ഓർമ്മിപ്പിക്കും. കാരുണ്യവാനായ കർത്താവെ, പരിശുദ്ധ അമ്മയുടെ കരുണ ഞങ്ങൾക്ക് ലഭിക്കുവാൻ, കാരുണ്യമാതാവിൻ്റെ വിശുദ്ധിയിൽ വളരുവാൻ, കാരുണ്യമാതാവിനെ പോലെ പരസ്നേഹ പ്രവൃത്തിയിലും ശുശ്രൂഷയിലും നിറയുവാൻ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അരികിൽ നിങ്ങളെ നിറയ്ക്കട്ടെ. വേദന അനുഭവിക്കുകയും ബന്ധനങ്ങളിൽ കഴിയുകയും മോചനത്തിനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്ത എല്ലാവരെയും കർത്താവിന്ന് വിമോചിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.